Unit 3, The Little Girl and the Umbrella. The sky was cloudy. A cold breeze was blowing languidly. The trees on the both sides of the country road were swaying gently in the wind. The sky was cloudy. The cold breeze was blowing languidly. സ്കൈ വാസ് ക്ലൗഡി, നല്ല ക്ലൗഡി ആയിട്ടുള്ള സ്കൈ ആണ്. ക്ലൗഡി മേഘാവൃതമായ സ്കൈ. എ കോൾഡ് ബ്രീസ് വാസ് ബ്ലോയിങ്, കോൾഡ് തണുത്ത, ബ്രീസ് ഇളം കാറ്റ്. എ കോൾഡ് ബ്രീസ് വാസ് ബ്ലോയിങ് ലാംഗ്വിഡ്ലി, നല്ല സുഖകരമായിട്ടൊരു നല്ല കാറ്റ് വീശുന്നുണ്ട്. സ്കൈ ക്ലൗഡിയാണ്. ഇറ്റ് വാസ് ഗോയിങ്, എന്തനുമാനിക്കാം? ഇറ്റ് വാസ് ഗോയിങ്, yes, it was going right. The trees on both sides of the country road were swaying gently in the wind. Both sides of the country road were swaying, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. ജെന്റിലി, മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. എന്താണ് ആടാൻ തുടങ്ങിയത്? The trees on both sides of the road were swaying gently in the wind. കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. ട്രീസ്. Yes, teacher. Lily, it is going to rain. You go with Gracie. Baby said, pointing to the girl from the Poomangalam family, their rich neighbors. ലില്ലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോകുന്നു. യു ഗോ വിത്ത് ഗ്രേസി. ഗ്രേസിയോടൊപ്പം നീ പൊയ്ക്കോളൂ. ഹൂ സെഡ് ടു ഹൂം? യു ഗോ വിത്ത് ഗ്രേസി. നീ ഗ്രേസിയോടൊപ്പം പൊയ്ക്കോളൂ. ലില്ലി. ഹൂ ഈസ് ഗ്രേസി? പോയിന്റിങ് ടു ദ ഗേൾ ഫ്രം പൂമംഗലം ഫാമിലി, ദയർ റിച്ച് നൈബർ. Gracie is a neighbor. Okay. Gracie is a neighbor from Poomangalam family. Okay. Poomangalam family. What about you? Lily asked. അപ്പോൾ നീ എങ്ങനെ പോവും? ബേബി എങ്ങനെ പോവും? ഐ വിൽ റൺ. ഞാൻ ഓടിക്കോളാം, നീ ഗ്രേസിയോടൊപ്പം പൊയ്ക്കോളൂ. ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബേബി ആൻഡ് ലില്ലി? Brother and sister. ഫ്രണ്ട്സ് ആയിരിക്കാം, ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരിക്കാം. രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ കറക്റ്റ് ഏതെന്ന് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. വാട്ട് അബൌട്ട് യു? ഐ വിൽ റൺ. ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. ദ റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് ഫാളിങ്. 1, 2, 4. ദ റെയിൻ ക്വിക്കൻഡ്. ഇതേപോലെ സാമ്യമുള്ള ഒരു സെൻറ്റൻസ് നമ്മൾ വേറൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതെന്നറിയാമോ? Lenjo. സെയിം സെന്റൻസ് ആണ് നമുക്കിവിടെയും വന്നത്. ലില്ലി ആൾസോ റാൻ ഹോൾഡിംഗ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് എഗൻസ്റ്റ് ഹെർ ചെസ്റ്റ്. സ്ലേറ്റ് ആൻഡ് ബുക്സ്. ഇപ്പോഴാണ് നിങ്ങളാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഒരു കാര്യം കാണില്ല. എന്താണ് കാണാത്തത്? Slate. ബാഗും ബുക്കും. അറ്റ് പ്രസന്റ് ടൈം. Bag, book and pencils. ഓക്കെ. ബാഗ്, ബുക്ക് ആൻഡ് പെൻസിൽസ്. ടീച്ചർ ചോദിക്കുന്നത് ഒരു 1.5 വർഷത്തിന് മുന്നേ നിങ്ങൾ സ്കൂളിൽ പോയിരുന്ന ടൈമിൽ ബാഗ്, ബുക്ക് ആൻഡ് പെൻസിൽ. ഈ അറ്റ് പ്രസന്റ് ടൈമിലാണെങ്കിൽ എന്തെങ്കിലും മൊബൈൽ ഫോൺ. യെസ്, മൊബൈൽ ഫോൺ. ഓക്കെ. അപ്പോൾ ലില്ലി ആൾസോ റാൻ ഹോൾഡിംഗ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് എഗൻസ്റ്റ് ഹെർ ചെസ്റ്റ്. ഈ ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് എന്നുള്ള ആ ഒരു വേർഡ് കാണുമ്പോൾ അറിയാം ഈ സ്റ്റോറി ഹാപ്പൺ ചെയ്തിരിക്കുന്നത് ഓൾഡ് ടൈമിലാണ്. ലോങ് എഗോ ആണ് ഈ സ്റ്റോറി സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഏത് സെന്റൻസിലൂടെ മനസ്സിലാക്കാം? സ്ലേറ്റ് ആൻഡ് ബുക്ക്. ഹോൾഡിംഗ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് എഗൻസ്റ്റ് ഹെർ ചെസ്റ്റ്. She felt the rain lashing her face. Lashing, ചാറ്റി മുഖത്തോട്ട് അടിച്ചു. She placed the slate over her book. Even if the raindrop fell on the slate, nothing would happen.
നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. സ്ലേറ്റ് നനഞ്ഞു കുതിർന്ന് ചീത്തയായി പോവില്ല. അതുകൊണ്ട് സ്ലേറ്റ് മുകളിൽ വെച്ച് അടിയിൽ പുസ്തകവും വെച്ച് ഗ്രേസി can I do? ലില്ലി begged and tried to get in under Gracie's umbrella. ഗ്രേസി can I do? ഞാനും കൂടെ കയറിക്കോട്ടെ. ലില്ലി begged യാചിക്കുക. begged and tried to get in under Gracie's umbrella. get in കയറുവാൻ ശ്രമിച്ചു. എവിടെയാണ്? under Gracie's. ആ ലൈൻ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ലില്ലി begged and tried to get in under Gracie's umbrella. But Gracie moved away from Lily. Gracie's neat clothes were made of fine silk. Gracie's neat clothes നല്ല വൃത്തിയുള്ള വസ്ത്രം മെയ്ഡ് ഓഫ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫൈൻ സിൽക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫൈൻ സിൽക്ക് ആയിട്ടുള്ള ഡ്രസ്സ് ചീത്തയായി പോകും എന്നൊരു ഭയം ഗ്രേസിക്ക് ഉണ്ടായിരുന്നിരിക്കണം. ബട്ട് ലില്ലി വാസ് ക്ലാഡ്. ലില്ലി ധരിച്ചിരുന്നത് ധരിച്ചിരിക്കുക, വസ്ത്രം ധരിച്ചിരുന്നത്. ബട്ട് ലില്ലി വാസ് ക്ലാഡ് ഇൻ കോയറ്റ് വോൾഡ് ആൻഡ് ടോർ ക്ലോസ്. കീറിയതും വോൾഡ് പഴയതും കീറിയതും. വോൾഡ് ആൻഡ് ടോർ ക്ലോത്ത്സ്. ആ ക്ലോത്ത്സിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? വോൾഡ് എന്നും ടോർ എന്നും. വോൾഡ് ആൻഡ് ടോർ ക്ലോത്ത്സ്. അപ്പോൾ ക്ലോത്ത്സിൻ്റെ ഡിസ്ക്രൈബിങ് വേർഡ് എന്താണ്? വോൾഡ് ആൻഡ് ടോർ. ലില്ലി ധരിച്ചിരിക്കുക. ഗ്രേസിയുടെ ഡ്രസ്സ് എങ്ങനെയാണ്? നീറ്റ് ക്ലോത്ത്സ് വെയർ മെയ്ഡ് ഓഫ് ഫൈൻ സിൽക്ക്. Gracie, please, Lily begged again. Gracie, please, Lily begged again. Go away, girl. നീ പോ. Go away. I won't let you. എനിക്ക് നിന്നെ കയറ്റാൻ പറ്റില്ല. under my umbrella. under my umbrella. എൻ്റെ അംബ്രല്ലയുടെ അകത്ത്. under my umbrella. Gracie said stubbornly. നല്ല ഉറപ്പോട് കൂടി ദേഷ്യപ്പെട്ട് പറഞ്ഞു, നീ പോ, എൻ്റെ കൊടയ്ക്കകത്ത് കയറാൻ സാധിക്കില്ല. Gracie said stubbornly, go away girl, I won't let you in under my umbrella. Go away girl, I won't let you in under my umbrella. Go away girl, I would let you in under my umbrella. Go away girl, I won't let you in under my umbrella. Lily could not control her tears. ലില്ലിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. she wept bitterly. bitter കയ്പ്. wept bitterly കയ്പോട് കൂടി കരഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? നല്ല സങ്കടത്തോട് കൂടി കരഞ്ഞു. The rain also was quite cruel to her. ആ മഴയും അവളോട് ക്രൂവലായിട്ട് പെരുമാറി. ഗ്രേസിയാണ് ക്രൂവലായിട്ട് പെരുമാറിയത്. ഇപ്പം ആരും കൂടെ ക്രൂവലായിട്ട് പെരുമാറാൻ തുടങ്ങി. The rain also was quite cruel to her. It came under heavily on her. Lily ran and was thoroughly wet. Heavy drops of rain fell on her face like pebbles falling from the sky. How he felt each raindrop. Each raindrop he felt pebbles or P-E-B-B-L-E-S, pebbles. Heavy drops of the rain fell on her face like pebbles falling from sky. ആകാശത്ത് നിന്നും കല്ലുകൾ വന്ന് വീഴുന്ന ആ ഒരു പ്രതീതിയാണ് തോന്നിയത്. മഡി വാട്ടർ ran against her little feet. അതേപോലെ ആ തറയിൽ കിടന്ന വെള്ളമോ അതും ലില്ലിയോട് ക്രൂവലായിട്ടാണ് പെരുമാറിയത്. ഹൗ എങ്ങനെയാണ്? മഡി വാട്ടർ ran against her little feet. And muddy water ran against her little feet. ഇപ്പം റെയിനും മടി വെള്ളവും എല്ലാം കൂടെ ലില്ലിയുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളാണ് ലില്ലിയുടെ സ്ഥാനത്തെങ്കിൽ. ലില്ലി took shelter in the veranda of a small shop on the country road. ആ റോഡിൻ്റെ വരാന്തയിൽ കയറി ഷെൽട്ടർ ചെയ്തു.
അവിടെ വരാന്തയിൽ കയറി നിൽക്കുമ്പോൾ ആകെ നനഞ്ഞു കുളിർന്നിരിക്കുന്ന ഈ കുട്ടി എന്തൊക്കെ ചെയ്തിരിക്കാം? ദേഹമാകെ തട്ടിക്കുടഞ്ഞു തുടച്ചു. നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. ഹെർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വെയർ വെറ്റ്. നനഞ്ഞിരിക്കുന്ന. വാട്ട് റിയലി വാസ് ഹെർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. അവൾ ആകെ അപ്സെറ്റ് ആയത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. ഇത് മാത്രമാണ് അവൾ ആകെപ്പാടെ അപ്സെറ്റായി പോയത്. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. ഏങ്ങലടിച്ചു വീണ്ടും കരയാൻ തുടങ്ങി. വൈ ഹീ സോബിങ്? ഹീ റിയലി അപ്സെറ്റ് ഫോർ വാട്ട്? His books are wet. Books. He really upset only her book getting wet. Standing in a corner, standing in a corner of the veranda, she started sobbing. She saw Gracie passing by with her umbrella. Gracie അപ്പോൾ അതുവരെ അംബ്രല്ലയിൽ സിൽക്ക് പാവാടയൊക്കെ ധരിച്ച് പോകുന്നത് കണ്ടു. The raindrops flowing down from Lily's hair, blurring her eyes as they mixed with their tears. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിക്കോ. The raindrops flowing down from Lily's hair. ലില്ലിയുടെ തലമുടിയിൽ നിന്നും വന്ന് ഉറ്റുറ്റു വീഴുന്ന മഴത്തുള്ളികൾ. ബ്ലർഡ് ഹെർ ഐസ്. കണ്ണുകളെ മങ്ങി കളഞ്ഞു. പക്ഷെ ആ മഴത്തുള്ളി മാത്രമായിരുന്നില്ല. എന്താണ്? ആസ് ദേ മിക്സഡ് വിത്ത് ഹെർ ടീയേഴ്സ്. കണ്ണിൽ നിറഞ്ഞു നിന്ന കണ്ണുനീരും തലയിൽ നിന്നും മുടിയിൽ നിന്നും ഒലിച്ചു വന്ന മഴത്തുള്ളിയും കൂടെ കണ്ണ് മങ്ങലായിപ്പോയി. ആ ഒരവസ്ഥ, കണ്ണുനീരിൻ്റെ ചൂടും മഴത്തുള്ളിയുടെ തണുപ്പും രണ്ടും കൂടെ കണ്ണ് നിറഞ്ഞു കാണാൻ വയ്യാതെ ബ്ലറായിട്ട് മാറി. Her dress was now completely drenched in the rain. Completely drenched in the rain. നനഞ്ഞു. She placed her slate and books on the floor. She squeezed the edge of her skirt. പിരിയുക. Squeezed edge of the edge of her skirt to bring water from. ഇതേപോലെ നിങ്ങൾ പാവാട പിരിഞ്ഞ് സന്ദർഭമുണ്ടായിട്ടുണ്ടോ? Yes ma'am. Yes ma'am. Yes teacher. ടീച്ചറിനൊക്കെ ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മഴയത്തൊക്കെ പാവാടയുടെ അറ്റമൊക്കെ നനയുമ്പം ഒരുമിച്ച് പിടിച്ച് പിരിയാറുണ്ട്. പക്ഷേ ഇവിടെ ലില്ലിക്ക് എന്ത് പറ്റി? ആ ഡ്രസ്സ് ഭയങ്കര പഴയതായത് കൊണ്ട് ഡ്രസ്സ് സ്പ്ലിറ്റായിപ്പോയി. സ്കേർട്ട് സ്പ്ലിറ്റ്. ദ എഡ്ജസ് ഓഫ് ദ സ്കേർട്ട് സ്പ്ലിറ്റ്. വൈ ദ എഡ്ജസ് ഓഫ് ദ സ്കേർട്ട് സ്പ്ലിറ്റ്? It is old. It was old. It was a very old skirt. The only one she had. അവൾക്കുണ്ടായിരുന്ന ഒരേ ഒരു ഡ്രസ്സ് മാത്രമാണ്. At home she always had to change into a bath towel. ഒരു ഡ്രസ്സും കൊണ്ട് എങ്ങനെ വീട്ടിൽ ഡ്രസ്സ് ഇടണ്ടേ? വീട്ടിലപ്പോൾ at home she always had bath towel. ബാത്ത് ടവൽ. ടവലാണ് ഉപയോഗിച്ചിരുന്നത്. ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. അപ്പോൾ ഇതുവരെ ഉള്ളത് നമ്മളൊരു സീൻ കണ്ട് തീർന്നു. ഇനി ഈ ലില്ലിയെക്കുറിച്ചും ബേബിയെക്കുറിച്ചും കൂടുതലായിട്ട് നമുക്കറിയണം. ഹൂ ഈസ് ലില്ലി, ഹൂ ഈസ് ബേബി, എന്താ ഇവൾ ഈ രീതിയിലായതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഫ്ലാഷ് ബാക്ക് പോവാം. സിനിമയിൽ ഫ്ലാഷ് ബാക്ക് പോകൂലേ? അതേപോലെ ഈ കഥയുടെ ഫ്ലാഷ് ബാക്കാണ്. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി. ഫസ്റ്റിൽ ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലില്ലി ആൻഡ്? രണ്ട് ആൻസർ കിട്ടി. ഫ്രണ്ട്സ് എന്നും കിട്ടി, ബ്രദർ ആൻഡ് സിസ്റ്റർ എന്നും കിട്ടി. അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. എന്താണ് ആൻസർ? Brother and sister. Brother and sister had lost both their parents. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടിയാണ്. Their father died 3 years ago. 3 വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ മരിച്ചു. ആൻഡ് their mother about a year ago. 1 വർഷം മുന്നേ അമ്മയും പോയി. Now they lived with their aunt.
ദയർ മദേഴ്സ് എൽഡർ സിസ്റ്റർ, അമ്മയുടെ മൂത്ത സഹോദരിയുടെ കൂടെയാണ്. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ദ ഫാറ്റ് ഡാർക്ക് ആണ്ട് വിത്ത് എ ഫ്ലാറ്റ് നോസ് വാസ് എ 50-year-old വിൻഡോ. ഈ ലൈൻ ശ്രദ്ധിച്ചോ. ഫാറ്റ് ഡാർക്ക് ആണ്ട് വിത്ത് എ ഫ്ലാറ്റ് നോസ് വാസ് എ 50-year-old വിൻഡോ. ഇത് ആര് ഡിസ്ക്രൈബ് ചെയ്തതാണ്? ആരെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്? ആൻറ്റിയെ. ഓക്കെ. ഇനി എങ്ങനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? ഫാറ്റ് തടിച്ചത്, ഡാർക്ക് ഇരുണ്ടത്. അപ്പോൾ തടിച്ചതാണ്, ഡാർക്ക് കറുത്ത കളറാണ്. ഫാറ്റ് ഡാർക്ക് വിത്ത് എ ഫ്ലാറ്റ്. രണ്ടാമത്തെ ഫ്ലാറ്റിൻ്റെ അർത്ഥം എന്താണ്? പതിഞ്ഞ. FLAT ഫ്ലാറ്റ്, പതിഞ്ഞ പരന്ന നോസ്. നോസിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഫ്ലാറ്റ് നോസ്. ബോഡിയോ ഫാറ്റ് ഡാർക്ക് ബോഡി. ശരീരം ഫാറ്റാണ്, ഡാർക്കാണ്. നോസ് ഫ്ലാറ്റാണ്. വാസ് എ 50-year-old. ഏജും പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ഇയർ ഓൾഡ്? 50-year-old. ഹൗ ഡസ് ദ ആദർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറി എഴുതിയ ആള്, മുട്ടത്ത് വർക്കി. ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. Dark. The fat, dark, and with a flat nose. She had a son in the army who sent her 20 rupees every month. ഈ ആൻറ്റിക്ക് ഒരു മകനുണ്ട്. ആ മകൻ ആർമിയിലാണ്. മാസം 20 രൂപ അയച്ചു കൊടുക്കും. വളരെ പണ്ടത്തെ ഒരു കഥയാണ്. അന്നത്തെ 20 രൂപ എന്ന് പറയുന്നത് ഇന്ന് 20 രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടോ? ഒരു മുട്ടായി അല്ല, അതിൽ കൂടുതൽ മുട്ടായിയൊക്കെ കിട്ടും. ഒരു പേന് കിട്ടും, നോട്ട്ബുക്ക്, ഒരു ചെറിയ നോട്ട്ബുക്കൊക്കെ വാങ്ങാം. അന്തക്കാലമാണ് കേട്ടോ. അന്ന് she had a son in the army who sent her 20 rupees every month. She was known to be a tight-fisted woman. ഈ ആൻറ്റിയെ അറിയപ്പെടുന്നത് ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരിക്കും? പൈസയുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പൈസയുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന് എന്ത് അർത്ഥം കൊടുക്കാം? അപ്പോൾ ഈ 20 രൂപ കിട്ടുന്നത് ആൻറ്റി അധികം ചെലവാക്കാതെ ഭദ്രമാക്കി വയ്ക്കും. അത് പിശുക്ക്. അപ്പോൾ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ, പിശുക്കി എന്ന് നമുക്ക് ഒരു നിർവചനം കൊടുക്കാം അല്ലേ? ഷീ ഹാഡ് നോ ലാൻഡ് ഓഫ് ഹെർ ഓൺ. സ്വന്തമായിട്ട് ഭൂമിയില്ല. ഷീ ലിവ്ഡ് ഇൻ എ ഹട്ട് ഓൺ എ പ്ലോട്ട് ഓൺഡ് ബൈ ദ പൂമംഗലം ഫാമിലി ഫോർ ഹോം ഷീ വർക്ക്ഡ് ആസ് എ മെയ്ഡ്. അവിടെ ഒരു അടുക്കളക്കാരിയായിട്ടാണ്. പൂമംഗലം ഫാമിലിയിലെ അടുക്കളക്കാരിയാണ് അവിടുത്തെ. അപ്പോൾ ആ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് ഒരു കുടിൽ കെട്ടിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ബേബിയുടെയും ലില്ലിയുടെയും അവരുടെ ആൻറ്റിയുടെയും ആ ഒരു ഹട്ടിൽ താമസിക്കുന്നത് ഈ ഗ്രേസിയുടെ പൂമംഗലം ഫാമിലിയിൽ ഒരറ്റത്ത് ഒരു കുടിൽ താമസിക്കുന്ന ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലെത്തിയോ? യെസ്. ദ മണി സെൻഡ് ബൈ ഹെർ സൺ വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ പ്രൈവറ്റ് ബാങ്ക്. ഈ പിശുക്കി എടുത്ത പൈസ എല്ലാം കൂടെ എവിടെ കൊണ്ട് നിക്ഷേപിച്ചു? ഡംപ് ചെയ്തു. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് the bank collapsed. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? കൊളാപ്സ്ഡ്. ബാങ്ക് പൊളിഞ്ഞു പോയി. അപ്പം അധികം പിശുക്ക് കാണിക്കാൻ പാടില്ല അല്ലേ? അത്യാവശ്യത്തിനൊക്കെ പൈസ ചെലവാക്കണം. The loss of money was unbearable to her and she started showing sign of insanity. കയ്യിലിരുന്ന പൈസ മുഴുവനും കൊണ്ടുവന്ന് ബാങ്കിലിട്ട് ബാങ്ക് കൊളാപ്സ് ആയിപ്പോയി. ആ അവസ്ഥയിൽ ആൻറ്റിയുടെ അവസ്ഥ ഒരു മാഡിലേക്കങ്ങ് മാറി. ഒരു ഭ്രാന്തിയായിട്ടങ്ങ്
മാറി. ഇതിവിടെ മാഡാണ് എന്ന് സൂചിപ്പിക്കുന്ന വേർഡ് ഏതാണ്? ദ ലോസ് ഓഫ് മണി വാസ് അൺബെയറബിൾ ടു ഹെർ ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഷോയിങ് സൈൻ ഓഫ് ഇൻസാനിറ്റി. സൈൻ ഓഫ് ഇൻസാനിറ്റി, ഇൻസാനിറ്റിയുടെ ആരംഭങ്ങൾ കാണിച്ചു എന്ന് വെച്ചാൽ മാഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ്റെ ആരംഭങ്ങൾ കാണിച്ചു. അൺബെയറബിൾ, സഹിക്കാൻ പറ്റാത്തതായിരുന്നു. വൈ ഷീ ഷോ ദ സൈൻ ഓഫ് ഇൻസാനിറ്റി? ദ ലോസ് ഓഫ് മണി വാസ് അൺബെയറബിൾ ടു ഹെർ ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഷോയിങ് സൈൻ ഓഫ് ഇൻസാനിറ്റി. ബാങ്ക് കൊളാപ്സ്ഡ്, ദ ലോസ് ഓഫ് മണി. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ടിൽ പോകാം. ഷീ ടുക്ക് ഔട്ട് ആൾ ഹെർ ആങ്കർ ഓൺ ഹെർ നൈസ്. ഈ ദേഷ്യം മുഴുവനും കാണിക്കാൻ സ്വന്തം മക്കളല്ലാതെ 2 മക്കളുണ്ട്. ഹൂ ആർ ദേ? Lily and baby. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൾ. ഡെവിൾ അറിയാലോ, ഡെവിൾ ആരെന്ന്? ഡെവിൾ ടു ഹെർ നൈസ്, ഡെവിളിനെ പോലെ പെരുമാറാൻ തുടങ്ങി. ടു ഹെർ നൈസ് ആൻഡ് നെഫ്യൂ. Lily and baby. ആൻഡ് ഓഫൺ ബീറ്റ് ദം, കൂടെ അവരെ അടിക്കുകയും ബീറ്റ് ദം. ഷീസ് ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകുന്നത് പോലും, ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നത് പോലും ആ ആൻറ്റിക്ക് ഇഷ്ടമില്ല. ഷീ ഓർഡേഡ് ദം ടു ഡ്രാ വാട്ടർ ഫ്രം വെൽ, വാഷ് ക്ലോത്ത്സ് ആൻഡ് ഡു ആൾ കുക്കിംഗ്. തുണി കഴുകാനും വെള്ളം കോരാനും ഉള്ള എല്ലാ വീട്ടുജോലിയും ഏൽപ്പിച്ചു. അന്ന് ഇന്നത്തെ പോലെ പൈപ്പൊന്നുമില്ല കേട്ടാ കുട്ടികളെ. ഇന്ന് നിങ്ങൾക്ക് വെള്ളമെടുക്കാൻ പൈപ്പുണ്ട്, പിന്നെ കുക്ക് ചെയ്യാനാണെങ്കിൽ പ്രഷർ കുക്കർ, ഗ്യാസ് അടുപ്പുണ്ട്. നിന്ന് ശരീരം അനങ്ങാതെ നിന്ന് വേവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. വിറകടുപ്പാണ്, വിറക് കൊണ്ടുവരണം, അതിനെ വെട്ടിക്കീറി എടുക്കണം, അത് അടുപ്പിൽ വെച്ച് കത്തിക്കണം. നല്ല ജോലിയാണ് അന്ന് ഉണ്ടായിരുന്നത്. അതേപോലെ പൈപ്പില്ലാത്തതുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് വേണം ഉപയോഗിച്ചിരുന്നത്. ഷീ ഓർഡേഡ് ദം ടു ഡ്രാ വാട്ടർ, വെള്ളം കോരുക, ഫ്രം വെൽ, വെൽ കിണർ, ഡ്രാ വാട്ടർ ഫ്രം വെൽ, വാഷ് ക്ലോത്ത്സ്, തുണികൾ കഴുകുക, ആൻഡ് ഡു ആൾ ദ കുക്കിംഗ്. Baby was 11 years old and was studying in class 4. ബേബി 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കാൾ ഇളയതാണ് ബേബി. ലില്ലി 3 years younger was in class 2. 2ലും 4ലും പഠിക്കുന്ന കുട്ടികളാണ്. They were perhaps the poorest children in their school. ആ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇവരായിരിക്കാം. ഒരു പക്ഷേ ദ പുവറസ്റ്റ് ചിൽഡ്രൻ ഇൻ സ്കൂൾ, ലില്ലി ആൻഡ് ബേബി. അപ്പോൾ ഫ്ലാഷ് ബാക്ക് അവിടെ തീർന്നു. വെയർ ഈസ് ലില്ലി സ്റ്റാൻഡിങ്? ലില്ലിക്ക് എന്ത് പറ്റിയെന്ന് നോക്കാം. ഫ്ലാഷ് ബാക്കിൽ കൊണ്ടുവന്നങ്ങ് നിർത്താം. ലില്ലിയുടെ ബാക്കി കഥ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ലില്ലിയും ഗ്രേസിയും തമ്മിലുള്ള ഡയലോഗുണ്ട്. അത് അതേ ടോണിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. അപ്പോൾ ആൻറ്റി എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് കൂടെ എഴുതണം. ആൻറ്റിയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വേർഡുകൾ കണ്ടല്ലോ. നോസിനെ പറഞ്ഞേക്കുന്നത് ഫ്ലാറ്റ്, ബോർഡിനെ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ മദറിനെയോ ഫാദറിനെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ടീച്ചർ, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ ടീച്ചർ, ഇത് ഞാൻ ആദ്യം പഠിച്ച ഒരു സ്കൂളിലുള്ള ഒരു കൂട്ടുകാരനാണ്. ഓക്കെ. നിരഞ്ജൻ എന്നാണ് അവന്റെ പേര്. അവൻ നല്ല പഠിക്കും, നല്ല സ്വഭാവമാണ്. ചെറുതായിട്ട് തടിയുണ്ട്, നല്ല വെളുത്ത കളറാണ്, നല്ല. ഓക്കെ മോനെ, അപ്പോൾ നമുക്കിതിനെ ഈ ആൻറ്റിയെ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയാലോ. വെളുത്ത നിറമാണ്, അപ്പോൾ വൈറ്റ് ഇൻ കളർ. ഇനി എന്തൊക്കെയാണ് പറഞ്ഞത്? ഹീസ് വൈറ്റ് ഇൻ കളർ, ഗുഡ് ബിഹേവിയർ. ഗുഡ് ബിഹേവിയർ.
he has good behavior. He look white in color and ടോള ഷോർട്ടാ പൊക്കം കുറവാണോ? പൊക്കം കുറവാണ്, ചെറുതായിട്ടൊന്ന് തടിയുണ്ട്. അപ്പൊ he short and fatty. He will study well. Teacher, only this much, teacher. ഈ ഡിസ്ക്രിപ്ഷൻ കേട്ടപ്പോൾ ആ കൂട്ടുകാരനെ കുറിച്ച് ഒരു ഇമേജിൻ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയോ? ബാക്കി കൂട്ടുകാർക്ക് കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? യെസ് ഓർ നോ? കിട്ടിയോ? കിട്ടി. ഹൗ ഈസ് യുവർ ഹെയർ? മുടി എങ്ങനെയുള്ളതെന്ന് പറയാം നമുക്ക്. സ്ട്രൈറ്റ് ആണോ, ഷോർട്ടാണോ? കേർലി എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയാണ്. CURLY, കേർലി, ചുരുണ്ട മുടി. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതുവരെയുള്ള സ്റ്റോറി വായിക്കുക, അതിലെ കോൺവെർസേഷൻ അതേ ടോണിൽ തന്നെ പറഞ്ഞു പഠിക്കുക. നിങ്ങളുടെ ഫാദറോ മദറോ ബ്രദറോ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. ഓക്കെ ടീച്ചർ ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്തോട്ടെ. My name is Arya Ramesh. I am going to describe my mother. My mother hair is so long. My mother color is white in color. My mother height is normal height. My mother cheeks has red in color. Cheeks red in color? Yes, teacher. ഇനി ഏജും കൂടെ പറയാം. My mother is at the age of? My mother age is 30. മിടുക്കി. ഒരു ക്ലാപ്പ് കൊടുത്തേ. അപ്പോൾ ഇനി അടുത്തതാരാ പറയുന്നത്? I am going to describe my friend Ricky. He's a good behavior. He study well. His age is 10. He's tall and his hair is short. അഖിലേഷ, റിക്കി നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന റിക്കി അല്ലേ? Yes, teacher. അപ്പോൾ റിക്കി ഇതിനകത്തുണ്ടോ? റിക്കിയെ ഡിസ്ക്രൈബ് ചെയ്തത് കേട്ടോ? റിക്കി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ കൂട്ടുകാരെ ഇതേപോലെ ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും പറയണോ? ടീച്ചർ ഞാൻ പറയാം. My younger sister. പറഞ്ഞോളൂ. My younger sister is Arya. My sister is thin, white in color. Hair is short. Height is normal height. Age is 4 years old. മിടുക്കി. ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്ത് അയച്ചു തരിക. താങ്ക് യു.